ലിസൺ പ്ലീസ്. പണ്ട് ഞാൻ ലഡാക്കിലായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സായിപ്പിന് കേരളം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനാണ് മൂപ്പറുടെ കൂടെ ഗൈഡായിട്ട് നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി ഒടുവിൽ ഞങ്ങൾ കുമരകത്തെത്തി. അവിടെ എവിടെ നോക്കിയാലും ഈ പുഴയുടെ തീർത്ത് ആണും പെണ്ണും കൂടെ ഈ പാറക്കല്ല് തുണി അടിച്ചലക്കുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ്. മൂപ്പരതിങ്ങനെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അടിമുടി രൂക്ഷമായിട്ടൊന്ന് നോക്കി. എനിക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്നിട്ട് ഉടനെ എന്നെ ഫോൺ എടുത്തിട്ട് മൂപ്പര് ഭാര്യ വിളിച്ചിട്ട് പറയുക, കേരളം ഞാൻ കണ്ടു, നൈസ് പ്ലേസ്, റിയലി ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷെ മലയാളികൾ നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, ഭയങ്കര ഭീകരന്മാരാണ്. അവന്മാര് പാറ പൊട്ടിക്കുന്നത് ജെട്ടി ഉപയോഗിച്ചാണ്. ഈ തുണി അലക്കുന്നത് കണ്ടിട്ട് മണ്ടം വിചാരിച്ചത് പാറ പൊട്ടിക്കുകയാണെന്നാ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സായിപ്പന്നെ അർത്ഥം വെച്ച് നോക്കിയ എന്റെ രഹസ്യം. അങ്കിൾ, ഇത് ശരിക്കും നടന്ന കഥയാണോ? പിന്നെ ശരിക്കും നടന്ന കഥയാ. പക്ഷെ നടന്നത് ഫേസ്ബുക്കിലൂടെയാണെന്ന് മാത്രം. ഫേസ്ബുക്കിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ ഞാൻ വേറെ ആരോടെങ്കിലും കഥ പറഞ്ഞിട്ട് അവന്മാരത് മോട്ടിച്ച് ഈ ബുക്കിൽ ഇട്ടതായിരിക്കും. അല്ലാതെ അടിച്ചു മാറ്റിയതല്ല. അല്ല ഗൂർക്കെ, ഒരു സംശയം. ഗൂർക്കയോ? ആരാണ് അതിന്റെ ഗൂർക്ക? സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ വേണം വിളിക്കാൻ. അല്ല ഏട്ടാ, നിങ്ങൾ ഒരിക്കൽ കത്തി ഉറയിൽ നിന്ന് ഊരിയാൽ തിരിച്ച് രക്തം കാണാതെ കത്തി ഉറയിൽ ഇടില്ലാന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? ശരിക്കും? അതെന്താ? അതാണ് ഞങ്ങളുടെ സിൻസിയാരിറ്റി. വളരെ നിർണായക ഘട്ടത്തിലേ ഞങ്ങൾ കത്തി ഉറയും ഊരാറുള്ളൂ. ഊരിയാലോ ചോര കണ്ടിട്ട് അത് തിരിച്ചിടും. അതാണ് അതിന്റെ നിയമം. അങ്കിൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ ഉറയുന്ന കത്തി ഊരാറേ ഇല്ല. അതെന്താ? അതെ, എനിക്ക് ചോര കണ്ടാ തലയിറക്കം പറ്റും. അതെ, ഞങ്ങളൊരു ചെറിയ രഹസ്യം അറിഞ്ഞു. എന്നാ രഹസ്യം? അത് ഈ വീട്ടിലെ വേലക്കാരി ജാനമ്മയായിട്ട് അണ്ണന്റെ ഒരു സെറ്റപ്പ് ചുറ്റിക്കളി ഉണ്ടെന്നോ? അത് ചുമ്മാ ഞാൻ വെറുതെ ഓരോ തമാശയൊക്കെ പറഞ്ഞ അവളെ തമാശയായിരിക്കും, അവർക്കത് സീരിയസാ. അവൾ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞു എന്ന് മാത്രമല്ല, അണ്ണനെ ഏൽപ്പിക്കാൻ ഒരു കത്തും തന്നിട്ടുണ്ട്. ആ കത്തിന് തരൂ. പക്ഷെ ചെലവ് ചെയ്യണം. ചെയ്യാം, എന്ത് ചെലവാണെങ്കിലും ചെയ്യാം. അത് ഈ ഗൂർക്കയ്ക്ക് ഒരു പ്രേമലേഖനം. കൂർക്ക, ഈ ചെറുക്കന്റെ വർത്താനം കണ്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇവൻ ഓറേന്ന് എന്റെ കത്തി ഊരിച്ചേ അടങ്ങത്തുള്ളൂ. മുന്നോടി കത്തി ഞാൻ പിന്നെ